ഇന്നുവരെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടില്ലാത്ത വലിയ പ്രതികൂലത്തിൽ കൂടെ കടന്നുപോകുന്ന ദൈവത്തിൻ്റെ പൈതലെ, യേശുവിൻ്റെ കരം ഇന്ന് കാണും. യേശുവിൻ്റെ കരം ഇന്ന് ആശ്വാസമായി തീരും. പരിശുദ്ധാത്മാവ് ആഴവും ശക്തമായി ഇടപെടുന്ന ദൂത് മത്തായി എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 2-3 വാക്യങ്ങൾ. അപ്പോൾ ഒരു കുഷ്ഠരോഗി വന്ന് അവനെ നമസ്കരിച്ചു. കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും എന്ന് പറഞ്ഞു. അവൻ കൈനീട്ടി അവനെ തൊട്ടു. എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധമാകുക എന്ന് പറഞ്ഞു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഴവും ശക്തമായി ഇടപെടുന്ന ദൂത് ഇന്ന് യേശു ആ വിഷയത്തെ തൊടും. യേശു കരം നീട്ടി തൊടുന്ന ഒരു ദിവസമായി മാറാൻ പോവുക. ഇന്ന് പകച്ചും ഹൃദയത്തിൽ തകർന്നും മനസ്സുടഞ്ഞുമായിരിക്കുന്ന ദൈവമക്കളോടുള്ള പരിശുദ്ധാത്മാവിൻ്റെ വിലയേറിയ ദൂത യേശു ആ വിഷയത്തെ തൊടാൻ പോവുക. ഈ മനുഷ്യൻ യേശുവിലുള്ള ആഴമായ വിശ്വാസമായി കർത്താവിനെ നമസ്കരിക്കുന്നു. ആ വ്യക്തി യേശുവിൻ്റെ അടുക്കിലേക്ക് കടന്നു വരിക. തൻ്റെ ഹൃദയത്തിൽ യേശുവിലുള്ള ആഴമായ വിശ്വാസവും പ്രത്യാശയുണ്ട്. തൻ്റെ വാക്കുകളിൽ നിന്ന് നമുക്കത് വ്യക്തമായി കാണാൻ കഴിയുന്നു. എന്നാൽ ഈ വ്യക്തിയുടെ ഹൃദയത്തിനകത്ത്, മനസ്സിനകത്ത് എന്നെ വിടുവിപ്പാൻ എൻ്റെ യേശുവിന് മനസ്സുണ്ടോ എന്ന് അറിയണം. യേശുവിൻ്റെ മനസ്സ് ഇവന് അറിയാൻ കഴിയുന്നില്ല. ആ തലത്തിലാ സാഹചര്യം അവസ്ഥയിലും താൻ യേശുവിൻ്റെ അടുക്കലേക്ക് കടന്നു വരുന്നത്. യേശുവിലുള്ള വിശ്വാസവും യേശുവിൻ്റെ ശക്തിയിലുള്ള വിശ്വാസവും യേശുവിന് എന്നെ സൗഖ്യമാക്കാൻ കഴിയുമെന്നുള്ള പ്രത്യാശയും പ്രതീക്ഷയും വിശ്വാസത്തിൻ്റെ ആഴവും ഈ മനുഷ്യനുണ്ട്. എന്നാൽ കർത്താവിൻ്റെ മനസ്സ് അറിയാൻ കഴിയുന്നില്ല. അതുകൊണ്ടല്ലേ ചോദിച്ചത്. ഇപ്രകാരം പറയുന്നത്, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും. യേശുവിൻ്റെ മനസ്സറിയുക ഒരു മനുഷ്യൻ അടുത്ത് വന്നിരിക്കുക. ദൈവത്തിൻ്റെ പൈതലെ, ഇന്ന് പരിശുദ്ധാത്മാവ് ആ വാക്യത്തിൽ നിന്ന് ആഴമായി തൊടുന്ന ദൈവത്തിൻ്റെ വിലയേറിയ ദൂത് ഇതാ. എൻ്റെ വിഷയത്തെ തൊടാ, എൻ്റെ കുടുംബത്തിൻ്റെ പ്രശ്നത്തെ തൊടാ, എൻ്റെ തലമുറയുടെ ഭാവിയെ തൊടാ. എൻ്റെ കർത്താവിന് മനസ്സുണ്ടോ? ദൈവത്തിന് പ്രാപ്തിയുണ്ട്, ദൈവത്തിന് ശക്തിയുണ്ട്, ദൈവത്തിൻ്റെ പ്രാപ്തിക്കനുസരിച്ച് ദൈവത്തിന് പ്രവർത്തിപ്പാൻ കഴിയും. ഇതെല്ലാം ഹൃദയ നിശ്ചയമാണ്. എന്നാൽ മനസ്സുണ്ടോ? ഇന്ന് ദൈവത്തിന് മനസ്സുണ്ടോ? ഈ നിമിഷം കർത്താവിനൊന്ന് മനസ്സ് തോന്നിയാൽ എൻ്റെ വിഷയത്തിന്മേൽ അത്ഭുതം നടക്കും, ദൈവപ്രവർത്തി നടക്കും. ഈ വ്യക്തി അടുക്കൽ വന്ന് ചോദിച്ചു, കർത്താവിന് മനസ്സുണ്ടോ എന്ന്. ദൈവം ആ വാക്ക് തന്നെയാണ് ദൈവം ഇടപെട്ടത്. യേശു കർത്താവ് പറഞ്ഞത്, എനിക്കും മനസ്സുണ്ട്, എനിക്കും മനസ്സുണ്ട്. ദൈവത്തിൻ്റെ പൈതലെ, ഇന്ന് ഭയപ്പെടുന്ന ആ വിഷയം, ഇന്ന് ആകുലപ്പെടുന്ന ആ വിഷയം, ഇന്ന് ഏത് പ്രതികൂലത്തിൽ കൂടെ കടന്നു പോകുന്ന ആ വിഷയത്തിൽ ഒരു വിടുതലുണ്ട്. കർത്താവിന് മനസ്സുണ്ട്. അതാ ദൂത് പകരുന്നത്, അതാ വെളിപ്പാട് പകരുന്നത്, അതാ ദൈവത്തിൻ്റെ അരുളപ്പാട് പകരുന്നത്. മനസ്സ് അറിയുന്ന ഒരു തലം, ഹൃദയം, ദൈവത്തിൻ്റെ ഹൃദയം അറിഞ്ഞുകൊണ്ട് ഇന്ന് കർത്താവിനെ സ്തുതിച്ചു, ദൈവത്തെ ആരാധിച്ചു, കർത്താവിനോട് അടുത്തു ചെന്നു. മറുപടിയുണ്ട്. ഇന്ന് തൊടേണ്ട വിഷയത്തെ കർത്താവ് ിരിക്കും. ആ വ്യക്തിയുടെ ജീവിതത്തിൽ യേശു കർത്താവ് തൊടുവല്ലേ. കരം തൊട്ട് അവനെ സൗഖ്യമാക്കുക. കരത്തിൽ നിന്ന് ദൈവത്തിൻ്റെ സാന്നിധ്യവും ശക്തിയും ഇറങ്ങി അവനെ വിടുവിച്ചതുപോലെ ഇന്ന് ദൈവികമായ പദ്ധതികളിലേക്ക്, ദൈവോന്മുഖമായ പ്ലാന് അത് ജീവിതത്തിൻ്റെ തലങ്ങളിൽ ദൈവത്തിൻ്റെ പൈതലെ വെളിപ്പെട്ട് വരാൻ പോവുക. ഇന്ന് ആ വിടുതൽ തരാൻ കർത്താവിന് മനസ്സാ. ഇന്ന് ആ ജോലി തരാൻ ദൈവത്തിന് മനസ്സാ. ഇന്ന് ആ വിസ തരാൻ ദൈവത്തിന് മനസ്സാ. തലമുറയുടെ ഭാവി ഇന്ന് തരാൻ യേശുവിന് മനസ്സാ.
കർത്താവിന് മനസ്സുണ്ട്, ദൈവത്തിന് മനസ്സുണ്ട്. പൂർണ്ണമായിട്ട് വിശ്വസിക്കട്ടെ. എന്നെ അനുഗ്രഹിപ്പാ, എന്നെ സഹായിപ്പാ എൻ്റെ കർത്താവിന് മനസ്സുണ്ട്. ആ മനുഷ്യനോട് യേശു വ്യക്തമായി തുറന്നു പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, എനിക്ക് മനസ്സുണ്ട്. ദൈവത്തിൻ്റെ പൈതലേ, ദൂതാഴമായി ഏറ്റെടുത്തോ. ഒരത്ഭുതം ഇന്ന് നടക്കും, ഇന്ന് ദൈവം തൊടും. അപ്രകാരം ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു, അപ്രകാരം ദൈവസന്നിധിയിൽ ദൈവത്തെ വിശ്വസിച്ചു. ദൈവത്തിൻ്റെ മനസ്സലിവ് ഇന്ന് ചില വിഷയത്തിന്മേൽ വിടുതലുണ്ടെന്ന് പരിശുദ്ധാത്മാവ് ശക്തമായി കാണിക്കുന്നു. ചില മറുപടികൾ, ചില സാക്ഷ്യങ്ങൾ ഇന്ന് ദൈവം അത് വെളിപ്പെടുത്തും. ആ നിലയിൽ ദൈവത്തിൻ്റെ കരം, ശക്തിയുള്ള ഭുജം വിഷയത്തെ തൊടാൻ പോവുക, വിഷയത്തെ കർത്താവ് തൊടുക. ആ നിലയിൽ ദൈവം മാനിക്കുന്നു, കർത്താവ് സഹായിക്കും. ഞങ്ങളുടെ ദൈവമേ സ്വർഗ്ഗപിതാവേ, ഇന്ന് കേൾപ്പിച്ച ഞങ്ങളുടെ ദൂതിനായി സ്തോത്രം, കർത്താവിൻ്റെ ആലോചനയ്ക്കായി സ്തോത്രം. ജനത്തെ സഹായിക്കണം. ദൈവത്തിന് മനസ്സുണ്ടല്ലോ കർത്താവ്. മനസ്സറിയ ഒരു മനുഷ്യൻ അടുത്തു വന്നു, കർത്താവ് പറഞ്ഞു എനിക്ക് മനസ്സുണ്ട്. അപ്പോൾ തന്നെ ആ വിടുതൽ കണ്ടല്ലോ, ആ ദൈവപ്രവൃത്തി കണ്ടല്ലോ. അതുപോലെ ഈ ദിവസങ്ങളിൽ കർത്താവ് ഇന്ന് ചില മറുപടികൾ, ഇന്ന് ചില ഉത്തരങ്ങൾ ദൈവമക്കളുടെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരുവാൻ പ്രാർത്ഥിക്കുക. ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക, ദൈവമക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. അനുഗ്രഹമായി തീരട്ടെ. കർത്താവ് അങ്ങനെ ചെയ്യുന്നതിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.